വന്നത് ഞാൻ വീട്ടിലല്ല ഉള്ളത്, താഴെ കടയിൽ വന്നു. അപ്പോൾ അവിടെ പുറത്തൊന്നും ആരുമില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇവിടെ ഇരുന്നിട്ട് വീഡിയോ എടുക്കുക, ഒരു വെറൈറ്റി ആവട്ടെ എന്ന് വിചാരിച്ച്. അപ്പോൾ ഇന്നത്തെ ടിപ്സ് പറയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരു തൈലത്തിനെ കുറിച്ചും അല്ലാതെ നമ്മുടെ സ്കിന്നിന് അപ്ലൈ ചെയ്യാവുന്നൊരു ടിപ്സുമാണ് പറയാൻ വന്നത്. എന്താണെന്ന് വെച്ചാൽ എല്ലാ കൂട്ടുകാരും ഇത് കണ്ട ശേഷം ചെയ്തു നോക്കുക. ആദ്യം ടിപ്സ് പറയാം, ശരീരത്തിന് വേണ്ടിയിട്ടുള്ളൊരു ടിപ്സാണ്. എന്താണെന്ന് വെച്ചാൽ കുറച്ച് പാൽപ്പൊടി എടുക്കുക. പാൽപ്പൊടി എടുത്ത ശേഷം അതിൽ ഒരു തക്കാളിയുടെ നീര് പിഴിഞ്ഞൊഴിക്കുക, കുറച്ച് നാരങ്ങ നീര് പിഴിഞ്ഞൊഴിക്കുക, കുറച്ച് ഉരുളക്കിഴങ്ങിൻ്റെ സ്റ്റാർച്ച് ഒഴിക്കുക. ഇത് നല്ലതുപോലെ മിക്സ് ചെയ്ത ശേഷം ഒരു 10 മിനിറ്റ് അത് മാറ്റി വയ്ക്കുക. അതിന് ശേഷം അതിലൊരു ശകലം ഗ്ലിസറിനും കൂടി ആഡ് ചെയ്ത് അത് ശരീരം മുഴുവൻ അപ്ലൈ ചെയ്ത് കൊടുക്കുക. നല്ലൊരു റിസൾട്ടായിരിക്കും. ഇനി മറ്റൊരു മരുന്ന് പറയാമെന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ചെവി വേദന വരുന്ന ആൾക്കാർക്ക്, ചെവി വേദന കുറയാതെ നിൽക്കുന്ന സമയത്ത് അവർക്ക് ചെവിയിലൊഴിക്കാനുള്ളൊരു മരുന്നാണ് പറയാൻ പോണത്. അതൊരു തൈലമാണ്, കർണശൂലാന്തക തൈലം എന്ന് പറയും. ഈ തൈലം ഒരു സ്പൂണിലെടുത്ത ശേഷം ജസ്റ്റ് ഒന്ന് ചൂടാക്കി 2 3 തുള്ളി അത് ചെവിയിൽ ഇറ്റിച്ചു കൊടുക്കുക. ഇറ്റിച്ച് കൊടുത്ത ശേഷം ഒരു 15 മിനിറ്റ് വെയിറ്റ് ചെയ്ത ശേഷം എരിക്കിൻ്റെ ഇല ഉപയോഗിച്ച് ആവി കൊടുക്കുക. അപ്പോൾ അത് നല്ലൊരു റിസൾട്ടായിരിക്കും. അതായത് 15 മിനിറ്റിന് ശേഷം മാത്രമേ എരിക്കിൻ്റെ ഇല ഒരു കുടത്തിനകത്ത് വെള്ളം ഒഴിച്ച് അതിൽ കുടമോ എന്തെങ്കിലും എടുത്ത് വെച്ചിട്ട് പാത്രത്തിനകത്ത് വെള്ളം ഒഴിച്ച് എരിക്കിൻ്റെ ഇല ഇട്ടതിന് ശേഷം ആ ആവി ചെവിയിലോട്ട് കൊള്ളിച്ചു കൊടുക്കുക. ഇങ്ങനെ ഒരു 2-3 പ്രാവശ്യം തന്നെ ആ ഒരു ദിവസം ചെയ്യുക. അപ്പോൾ തന്നെ എന്ത് ചെയ്യും, ചെവി വേദന എത്ര കഠിനമായ ചെവി വേദനയും മാറുന്നതായിരിക്കും. അപ്പോൾ കൂട്ടുകാരെ, നാളെ പുതിയ ടിപ്സുമായിട്ട് വരുന്നതായിരിക്കും. ടാറ്റാ, ബൈ.